ഇത് 2025 വേർഷൻ Kawasaki Versys X300 ഒരു പാരലൽ ട്വിൻ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഇതിനൊരു ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വിത്ത് 130 mm ആണ് ഇതിന്റെ ട്രാവൽ വന്നേക്കുന്നത്. ആൻഡ് ഫ്രണ്ടിൽ 290 mm ഡിസ്ക് ബ്രേക്ക് വിത്ത് ഡുവൽ ചാനൽ ABS ആണ്. പിന്നെ സ്പോക്ക് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. 1917 എന്നുള്ള രീതിയിലാണ് സ്പോക്ക് വീൽസ് വന്നേക്കുന്നത്. വിത്ത് ട്യൂബ്ഡ് വീൽസ് ആണ് വന്നേക്കുന്നത്. ആൻഡ് ഡുവൽ ചാനൽ ABSും ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു കാവാസാക്കിയുടെ പാരലൽ ട്വിൻ എഞ്ചിൻ. നമ്മൾ നിഞ്ച 300 കണ്ടുവന്നേക്കുന്നത് സെയിം ഒരു 296cc പാരലൽ ട്വിൻ എഞ്ചിൻ ആണ്. ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആണ്. പ്രൊഡ്യൂസിങ് ഓൾമോസ്റ്റ് 40 PS ഓഫ് പവർ ആൻഡ് 26 Nm ഓഫ് ടോർക്ക് ആണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണേ. നല്ല റിഫൈൻഡ് ആൻഡ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു Versys 300 അവർ കൊടുത്തേക്കണേ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ടെയിൽ സെഷൻ. അവിടെ നമുക്ക് കാണാം ഒരു ഹാലജൻ, നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് റെയിൽ ലാമ്പ് ആയാലും ഒരു ഹാലജൻ ബൾബോർഡാണ് കൊടുത്തേക്കണത്. അതൊക്കെ വേണേൽ അവർക്കൊരു LED സെറ്റപ്പിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ നമുക്കൊരു ഇവിടെ നമുക്കൊരു ലഗേജ് റാക്ക് സ്റ്റോക്ക് തന്നെ ഉണ്ടായി. ഇതിന് മുമ്പ് തന്നെ വേഴ്സിന് അവരുടെ ഫോഗ് ലാംപ്സ്, ക്രാഷ് ഗാർഡ്, അങ്ങനെ കുറേ കാര്യം സ്റ്റോക്ക് തന്നെ ഉണ്ടായി. അതുകൊണ്ടായിരുന്നു അതിന് ഇത്രയും വില വന്നെ. ഇതിന്റെ റേറ്റ് ഇപ്പോൾ അവർ കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4.92 lakhs ഓൺ റോഡ്, 4.98 lakhs ഓൺ റോഡ് കൊച്ചിയിൽ നിങ്ങൾക്ക് ഈ ഒരു പാരലൽ ട്വിൻ സ്മൂത്ത് ആയിട്ടുള്ളൊരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഏകദേശം നമ്മുടെ അഡ്വഞ്ചർ 390യുടെ പ്രൈസിങ്ങിന്റെ അടുത്തൊക്കെയാണ് ഈ ഒരു വണ്ടി അവർ പ്ലേസ് ചെയ്തേക്കണേ. അപ്പോൾ റിയറിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 17 inch വീൽസ് ആണ്, അതും ട്യൂബ്ഡ് വീൽസ് ആണ് അവർ കൊടുത്തേക്കണത്. ആൻഡ് 220 mm ഡിസ്ക് ബ്രേക്ക് ആണ്. പെറ്റൽ ഡിസ്ക് ആണ് ഫ്രണ്ടും ബാക്കും. നമുക്ക് ABS ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ വേറെ അങ്ങനെ ഇലക്ട്രോണിക്സോ മത്താപ്പ് ഫീച്ചേഴ്സോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഒരു എക്സോസ്റ്റ് നമുക്ക് ഇവിടെ പോയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് വണ്ടിമേ കയറിയിരിക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വണ്ടിമേ കയറിയിരിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം ലോങ് സീറ്റ് ആണ്. പക്ഷെ പില്യൻ കുറച്ചും കൂടെ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ബാക്കിൽ ഇരിക്കാൻ അത്യാവശ്യം കംഫർട്ട് ഉണ്ട്. സസ്പെൻഷൻ റിയറിൽ നോക്കാൻ പോയാൽ നമുക്ക് ഒരു ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത്. അതും 148 mm ട്രാവൽ ആണ് റിയറിലെ സസ്പെൻഷൻ. യൂണി ട്രാങ്ക് സസ്പെൻഷൻ എന്നാണ് അവരുടെ ഈ ഒരു ലിങ്ക് ടൈപ്പ് സസ്പെൻഷന് അവർ വിളിക്കുന്ന പേര്. അപ്പോൾ വണ്ടിമേ കയറിയിരിക്കാം. ഓൾമോസ്റ്റ് 179 kg വെയിറ്റ് ഉണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റാൻ നമുക്ക് വെയിറ്റ് ഭയങ്കര വെയിറ്റ് ആയിട്ടൊന്നുമില്ല. ഈ 179 kg ഉണ്ടെങ്കിലും വണ്ടി ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. സീറ്റ് ഹൈറ്റ് വന്നാൽ 815 mm ആണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ടാണ്. അത് കൂടാണ്ട് ഹൈറ്റ് കൂടിയവർക്കായാലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഈസി ആയിട്ട് ഒരു 6 feet ഉള്ള ആൾക്കാരെയും ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഡിസൈനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ നെക്സ്റ്റ് പറയുമ്പോൾ ഇതിൻ്റെ 17 liters ടാങ്ക് ആണ്. അതായത് ഓൾമോസ്റ്റ് 400+ കിലോമീറ്റർ നമുക്ക് ഇതിൻ്റെ ഒരു മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഷോർട്സോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ക്ലസ്റ്റർ നോക്കുമ്പോൾ നമ്മുടെ നിഞ്ച 400 വന്ന അതേ ഒരു ക്ലസ്റ്ററാണ് ഇതിന് കൊടുത്തേക്കണേ. ആ ഒരു ഡിജിറ്റൽ ആൻഡ് അനലോഗ് ഡിസ്പ്ലേ. ആ ഒരു അനലോഗിലാണ് നമുക്ക് ടാക്കോമീറ്റർ ഉള്ള. ആ ഒരു RPM ഇങ്ങനെ കയറി പോകണത് കാണാൻ നല്ല രസമാണ്. പിന്നെ അത്യാവശ്യം നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ്. നമ്മളെ പേടിപ്പിക്കുന്ന ടൈപ്പ് പവറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm ആണ് ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നമ്മുടെ റോഡ്സിലൊക്കെ ടാക്കിൾ ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു ലോഡ് ആക്സറി ഉണ്ട്. ഈ വൈസർ അത്യാവശ്യം ഒരു 60-70 വരെയൊക്കെ നമുക്ക് വിൻഡ് പ്രൊട്ടക്ഷൻ തരും. അതിന് മുകളിലേക്ക് പോയാൽ നമുക്ക് കാറ്റും കാര്യങ്ങൾ കളിക്കും. ഇന്നലെ ഞാൻ നല്ല മഴയത്ത് വണ്ടി ഓടിച്ചപ്പോഴും ഈ ഒരു വൈസർ എനിക്ക് അത്യാവശ്യം കുറച്ച് പ്രൊട്ടക്ഷനൊക്കെ കിട്ടിയായിരുന്നു നമ്മളൊരു 60-ലൊക്കെ പോയപ്പോഴത്തേക്കും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൈസ്. ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് 4,98,000 rupees ഉണ്ട് ഓൺ റോഡ്. ഇതിന് പ്രൈസ് കൂടാൻ കാരണം വെച്ചാൽ ഇതിന് ആക്സസറീസ് ഉണ്ടായി. കാരണം ഇതിൻ്റെ ഫോഗ് ലാമ്പിന് തന്നെ എനിക്ക് തോന്നുന്ന ഒരു 65,000 രൂപ എന്തുണ്ടായി ഒരു ഫോഗ് ലാമ്പ്. ക്രാഷ് ഗാർഡിന് 18,000 രൂപ ക്രാഷ് ഗാർഡിന് ഉണ്ടായി. ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് 6-6.5 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വണ്ടി വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഇതൊക്കെ മാറ്റി ഒഴിവാക്കിയിട്ട് നമുക്ക് തന്നെ കുറച്ചും കൂടെ വിലക്കുറവിന് ആ അഡ്വഞ്ചർ 390യുടെ റേഞ്ചിൽ നമുക്ക് ഇപ്പോൾ ഒരു Versys X300 നമുക്കിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. സോ ഇതാണ് നമ്മുടെ വണ്ടിയിലെ Versys X300. അയ്യോ, ഒരു ഹെലികോപ്റ്റർ അല്ലേ പോണത്. ഷികളൊക്കെ ഓ മൈ ഗോഡ്. ഇതാണ് വണ്ടി. കയറിയിരിക്കാം. സീറ്റ് ഹൈറ്റ് വന്നാൽ 815 mm ആണ് സീറ്റ് ഹൈറ്റ്. ദ റോയൽ എൻഫീൽഡ് ന്യൂ ഗ്ലൗസ്. അടിപൊളി ഗ്ലൗസ് ആണ്. എൻഡ്യൂറോ ഗ്ലൗസ്. വെരി നൈസ്, വെരി കംഫർട്ടബിൾ. ഷോർട്ട് റൈഡ്സ് ഇങ്ങനെയൊക്കെ അടിപൊളിയാണ്. ഓക്കെ, സോ യെസ്. അപ്പോൾ ഇതാണ് വണ്ടി. ജസ്റ്റ് ഓണായി കാണിച്ചാൽ ക്ലസ്റ്റർ 400-നൊക്കെ വന്നേക്കണ പോലത്തെ ഒരു ക്ലസ്റ്ററാണ്. നമുക്ക് എക്കോ മോഡൊക്കെ കാണിക്കും, റേഞ്ച് കാണിക്കും. ഫസ്റ്റ് ഗിയറിലാണ് ഹിൽ സ്വിച്ച് ആക്കിയാൽ നമുക്ക് ഓട്ടത്തിലാണ് റേഞ്ച് കാണിക്കുന്നത്. ട്രിപ്പ് എ ട്രിപ്പ് ബി. പിന്നെ ഇപ്പോൾ ഞാൻ മൈലേജ് ചെക്ക് ചെയ്യുന്നതിരിക്കുന്നതാണ്. ഫുൾ ടാങ്ക് അടിച്ച് 28 കിലോമീറ്റർ ഓടി. ആൻഡ് ഇവിടെ നമുക്ക് വാർണിംഗ് സിമ്പിൾസും. ഇതാണ് നമ്മുടെ ടാക്കോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇവിടെ നമുക്ക് എക്സ്ട്രാ ചാർജർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാം. പിന്നെ ഹസാർഡ് സ്വിച്ച് ഉണ്ട്, ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, കിൽ സ്വിച്ച്. ബേസിക് ഫീച്ചേഴ്സാണ്. 70 liters ഓഫ് ഫ്യൂൽ ടാങ്ക് ആണ്. E20 സപ്പോർട്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഈസി ആയിട്ട് 5 foot. ഞാൻ 5'6" ആണ്. എനിക്ക് ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല.
ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സോസ്റ്റ് നോട്ട് കേൾപ്പിച്ചു തരാം. ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും 296cc പാരലൽ ട്വിൻ എഞ്ചിൻ പ്രൊഡ്യൂസിങ് ഓൾമോസ്റ്റ് 40 PS ആൻഡ് 26 Nm ഓഫ് ടോർക്ക്. അതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ പറ്റിയ ഇവിടെ തന്നെ ഒരു 0 to 100 ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. വണ്ടികളൊന്നുമില്ല, ജസ്റ്റ് 0 to 100 ആണ്. 3, 2, 1 ലെറ്റ്സ് ഗോ. യെസ്, ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ റൈഡിങ് പൊസിഷനിൽ നിന്ന് തുടങ്ങാം അല്ലേ. റൈഡിങ് പൊസിഷൻ അത്യാവശ്യം അപ്രൈറ്റ് ആണ്, നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർസ് ആണ്, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. ഫുഡ് പെക്സിൻ്റെ പൊസിഷൻ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ പൊസിഷനിലാണ് ഇതിൻ്റെ ഫുഡ് പെക്സ് ഒക്കെ ഇരിക്കണേ. നമുക്ക് നല്ല ഈസി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം കേട്ടോ, അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഇല്ല. പിന്നെ 179 kg എന്നൊന്നും ഒരിക്കലും ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് ബാലൻസ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പോയേക്കണം കേട്ടോ. ഭയങ്കര രസമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. നമുക്കിപ്പോൾ സിറ്റിയിൽ ഓടിക്കാനാണെങ്കിലും ഹൈവേ ടൂറിങ് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വൈബ്രേഷൻസ് ആർ ദെയർ, ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, പക്ഷേ ഭയങ്കര ഹൈ RPM-ലാണ് നമുക്ക് വൈബ്രേഷൻ ഉള്ളത്. പിന്നെ ഇതൊരു സ്മൂത്ത് ആണ്, ഭയങ്കര സ്മൂത്തായിട്ടും ഒരു അണ്ടർ പവേർഡ് വെഹിക്കിൾ എന്ന് വേണം എനിക്ക് ഇടയ്ക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു 296cc പാരലൽ ട്വിനിനെ എന്തോ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഇനീഷ്യൽ ഒരു 5000 RPM വരെ നല്ലോണം കയറും, പിന്നെ ഡെഡാണ്, പിന്നെ കുറച്ച് ഹയർ RPM-ൽ പിന്നെയും കയറും. ആ ഒരു മിഡ് റേഞ്ച് എനിക്ക് മിഡ് റേഞ്ച് പഞ്ച് അത്ര അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ടോക്ക് ഡെലിവറി ആയാലും ഭയങ്കര ലീനിയറാണ്, ത്രോട്ടിലായാലും ഭയങ്കര ലീനിയറായിട്ടാണ് ചെയ്യണത്. ഇത് ശരിക്കും നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഒന്ന് പണിതെടുത്താൽ അടിപൊളിയായിട്ട് പറ്റും. കാര്യം നിഞ്ച 300 എഞ്ചിൻ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, 180, 189, 190 പ്ലസ് ഒക്കെ അടിക്കുന്ന നിഞ്ച 300 എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ വണ്ടിക്ക് അത് പറ്റും, ഈ വണ്ടീനെ കൊണ്ടും അത് പറ്റും. പക്ഷേ എന്തോ റെസ്ട്രിക്റ്റ് ചെയ്തേക്കണ പോലെ ഉണ്ട് ഈ വണ്ടീനെ, ആരോ ഉള്ളിൽ നിന്ന് പിടിച്ചു വെച്ചേക്കണ പോലെയാണ്. ഇത് കൈ കൊടുക്കുമ്പോൾ ഭയങ്കര ലീനിയറാണ്, ഭയങ്കര പേടിപ്പിക്കുന്ന പവറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനീഷ്യൽ ടോർക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ഇതൊരു ഓഫ് റോഡ് കേപ്പബിൾ ബൈക്കാണെന്ന് വെച്ചാൽ യെസ് യു ക്യാൻ, ബട്ട് നോട്ട് ഹാർഡ് കോർ ഓഫ് റോഡ് ഞാൻ പറയില്ല. നമുക്ക് സസ്പെൻഷൻ ട്രാവൽ അത്രയ്ക്കില്ല. കാര്യം ഫ്രണ്ട് 130 റിയർ 148 ആണ്. ഒരു മിഡ് റേഞ്ച് നമുക്ക് ചെറിയ ട്രെയിൽസും കാര്യങ്ങളൊക്കെ പോകാം. നമുക്കൊരു എന്താ പറയുക, ഒരു ട്രെയിൽസ് ഓൾ ഇന്ത്യ ട്രിപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കംഫർട്ട് വൈസ് അടിപൊളിയാണ്, നമ്മുടെ റോഡ്സിനൊക്കെ പറ്റിയ ഒരു സസ്പെൻഷൻ സെറ്റപ്പും സീറ്റുമാണ്. നല്ല ലോങ് സീറ്റ്, പില്യണായാലും കുറച്ച് റേസ്ഡ് ആയിട്ടാണ് പില്യൺ ഇരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരു പില്യണ വെച്ചാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ഒരു ബുദ്ധിമുട്ട് പില്യൻ്റെ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എനിക്കൊന്നും ഫീൽ ചെയ്യണം. അതായത് വണ്ടി നമ്മളൊന്ന് ബാലൻസ് ചെയ്യാനാണെങ്കിലും ഒന്ന് എന്താ പറയുക, എനിക്ക് ഒരു വെയിറ്റോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. വളയ്ക്കുമ്പോഴായാലും യൂ ടേൺ എടുക്കുമ്പോഴായാലും അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. കാര്യം ഭയങ്കര ഒരു കംഫർട്ടബിൾ ആൻഡ് ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിനെ റേറ്റ് കുറയാൻ കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഇതിന് ആ ഒരു ആക്സസറി 6 ലക്ഷം രൂപ എന്തുണ്ടായി നേരത്തെ ഇത് ഇറങ്ങുമ്പോൾ ഈ 300cc ട്വിൻ സിലിണ്ടറിന്. അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ ഒരു 65,000 രൂപ, 40,000 രൂപയുടെ ഫോഗ് ലാമ്പ്, 20,000 രൂപയുടെ ക്രാഷ് ഗാർഡ്, പിന്നെ 10,000 രൂപയുടെ ചാർജർ, അങ്ങനെ കുറേ ആക്സസറീസ് ഉണ്ട്. ഇപ്പോൾ ആ ആക്സസറീസ് മൊത്തത്തിൽ ഒഴിവാക്കി, എന്നിട്ട് വണ്ടി മാത്രമായിട്ട് നമുക്ക് തന്നു. അപ്പോൾ എന്താ, അപ്പോൾ 4,98 നമുക്ക് ഓൺ റോഡ് നമ്മുടെ വണ്ടി കിട്ടിയിട്ടോ. അത് വളരെ നല്ലൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ട്വിൻ സിലിണ്ടർ വണ്ടി ഈ ഒരു പ്രൈസിന്, കാര്യം ഇപ്പോൾ 390 അഡ്വഞ്ചർ എടുക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു 4 ലക്ഷം രൂപ 4.5 ലക്ഷം രൂപയ്ക്ക് മേളിലാവും. എക്സ് എടുക്കുവാണെങ്കിൽ എനിക്ക് 480, 490 ആവും. 390 എടുക്കുവാണെങ്കിൽ നമ്മൾ 490 ആവും. പക്ഷേ അതിനൊക്കെ നല്ല വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പുതിയ 390ക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോർ ഹിമാലയൻ ആയാലും ഹെവിയാണ്, കുറച്ച് വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്, പക്ഷേ കംഫർട്ടബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ട്വിൻ സിലിണ്ടർ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ഓബിയസ്ലി ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് പാക്കേജ് ഇലക്ട്രോണിക് വൈസ് ഇത് ഭയങ്കര താഴെയാണ്. ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് മാത്രമേ കാവാസാക്കി ഇതിന് കൊണ്ടുവന്നിട്ടുള്ളൂ. അവർക്ക് വേണമെങ്കിൽ ഇതിന് കുറച്ച് ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, പക്ഷേ അങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ അപ്പോൾ പിന്നെ റേറ്റ് അങ്ങ് സ്കൈ റോക്കറ്റ് 7-8 ലക്ഷം രൂപയ്ക്കൊക്കെ പോവും. പക്ഷേ അവരിപ്പോൾ KLX 230ക്ക് ചെയ്ത പോലെ ഇത് അവർ നൈസായിട്ട് ഒരു ഇന്ത്യൻ മേക്ക് വണ്ടി വരുവാണെങ്കിൽ ഇതൊരു 3.5 ലക്ഷം രൂപയും, പിന്നെ ഇതേപോലെ കുറച്ച് ക്വിക്ക് ഷിഫ്റ്റർ, പിന്നെ നമ്മുടെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ റേറ്റ് കുറവിൽ നമുക്കൊരു ട്വിൻ സിലിണ്ടർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് നമുക്ക് വണ്ടി ഇരിക്കണേ. നെക്സ്റ്റ് നോക്കാൻ പോയാൽ നമ്മുടെ ഈ വണ്ടിയുടെ സ്ലോ സ്പീഡ്, നമ്മളിപ്പോൾ 40-ലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. 6th തന്നെ നമുക്ക് ഇങ്ങനെ വണ്ടി എടുത്തിട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ലോ ആയിട്ട് എനിക്ക് തോന്നുന്നു 60 ഗിയറിൽ 40-ലൊക്കെ പോകും. പിന്നെ ഇവിടെ ഒരു എക്കോ എന്ന് പറഞ്ഞ സാധനം കത്തണുണ്ട്. അത് നമ്മൾ എക്കണോമിയിൽ ഓടിക്കുകയാണെങ്കിൽ എക്കോ എന്ന് പറഞ്ഞൊരു മോഡ് കത്തുവിടും. അതിൽ അത്യാവശ്യം സസ്പെൻഷൻ ട്രാവലുണ്ട്. നമ്മുടെ റോഡുകളിലെ കുണ്ടും കുഴിയൊക്കെ
ആൾ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കങ്ങനെ മേത്തേക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ല, ഒരു കുഴപ്പവുമില്ല. നമുക്ക് ഇവിടെ ഫാൻ ഓൺ ആകുമ്പോൾ നമുക്ക് ചൂട് കാറ്റ് അടിക്കും, അത് സ്വാഭാവികം, എല്ലാത്തിലും നമുക്കത് ഉള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാ ലിക്വിഡ് കൂളിലും ഫാൻ ഓൺ ആകുമ്പോൾ നമുക്കൊരു ചൂട് കാറ്റുണ്ടാവും. അല്ലാത്ത സമയത്ത് ഒരു ഹീറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മളറിയില്ല. റൈഡിങ് പൊസിഷനായാലും നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പിന്നെ സ്പീഡ്സ് കേട്ടോ, ഇതിൻ്റെ ഒരു വണ്ടി ശരിക്കും 6th ഗിയർ ഉണ്ടെങ്കിലും എനിക്ക് സ്പീഡൊക്കെ എനിക്ക് ഇതിൽ സുഖം, അല്ലെങ്കിൽ ഒരു വൈബ്രേഷനും ഇല്ലാത്ത സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു 90 ഒക്കെയാണ് തോന്നിയിട്ടുള്ളത്. അതിന് മുകളിലേക്ക് വൈബ്രേഷൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യും, പക്ഷേ എൻജിൻ കുറച്ച് സ്ട്രെസ്ഡ് ആവണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അവിടെയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ വളരെ ലൈറ്റായിട്ടാണ് 120-ലൊക്കെ എൻജിൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ 6th ഗിയറിൽ എനിക്ക് കംഫർട്ടബിളായിട്ട് 100-ലൊക്കെ ക്രൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ലാണ്ട് വണ്ടി നല്ല രീതിയിൽ എടുത്തിട്ട് പോകും കേട്ടോ. 100-ലൊക്കെ ഒരു ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. 100 എന്ന് പറഞ്ഞാൽ 100 എത്തിയില്ല, അപ്പോഴത്തേക്കും നമ്മൾ 7000 RPM-ലേക്ക് എത്തി. അപ്പോൾ ഒരു കംഫർട്ടബിൾ സ്പീഡ് എനിക്ക് തോന്നുന്നു 90 to 100 ആണ് നമുക്ക് ബെസ്റ്റ് ക്രൂസിങ് സ്പീഡ് എനിക്ക് തോന്നിയത്. വിത്തൗട്ട് എനി വണ്ടീനെ സ്ട്രെസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഇല്ലാണ്ടോ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ, ക്ലച്ച് വെറുതെ പഴമെന്ന് വെച്ചാൽ പഴം. നമുക്ക് നമ്മുടെ ചെറുവിരലിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ക്ലച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്ര ലൈറ്റ് ക്ലച്ചാണ്. ഗിയർ ബോക്സ് ചില സമയത്ത് എനിക്കൊരു ക്ലങ്കി ഫീൽ ഉണ്ട്, നമ്മുടെ ഗിയർ ഇടാനായാലും ചില സമയത്തൊരു ടൈറ്റ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ചെയിൻ ലൂബ് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. മഴയത്ത് ഓടിച്ചിട്ട് ഉള്ള ചെയിൻ ലൂബ് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്ന് ചെയിൻ ലൂബൊക്കെ ചെയ്താൽ വണ്ടി കറക്റ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് കറക്റ്റ് RPM-ലൊക്കെ ആണെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്ന് നമ്മളൊന്നും അറിയില്ല കേട്ടോ, ഒരു ബുദ്ധിമുട്ടില്ല. ഈ വണ്ടി നമ്മളെ മടിയനാക്കും. നമ്മൾ ഹൈവേ ഒക്കെ ടൂർ ചെയ്യുവാണെങ്കിൽ ഒന്ന് സ്ലോ ആക്കിയാൽ പിന്നെ 50-ന് താഴെ അല്ലെങ്കിൽ 40-ന് താഴെ പോയാൽ മാത്രം നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്താൽ മതി. കണ്ടോ, ഇതിൽ 6th 5th ഒരു വിഷയം ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് പറക്കും. എൻ്റെ പൊന്നു കലക്ക മഴ. അതെന്താ, ഇതൊരു CBU യൂണിറ്റാണ്, ഇന്ത്യൻ മേക്കൊന്നുമല്ല. CBU യൂണിറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പാർട്സിന് നല്ല റേറ്റ് ഉണ്ടാവും. വെച്ചാൽ നല്ല റേറ്റ് ഉണ്ടാവും. കാര്യം CBU ആയ KLX-ൻ്റെ ഹെഡ് ലാമ്പിന് ഞാൻ കേട്ടത് എന്തോ 10,000-40,000 രൂപ എന്തുണ്ടെന്നാണ്. അപ്പോൾ ഇതിനായാലും നല്ല പ്രൈസ് ഉണ്ടാവും. ഇതൊരു CBU വേരിയൻ്റാണ്. CBU വേരിയൻറ്റിന് അത്യാവശ്യം നല്ല ഒരു കോസ്റ്റ് വരും, സർവീസിൻ്റെ ആയാലും പാർട്സിൻ്റെ ആയാലും. അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിൽ വെക്കുക, എന്തായാലും നല്ല കോസ്റ്റ് വരും പാർട്സ് സർവീസൊക്കെ. ബാക്കിയൊക്കെ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ബൈക്ക് കമ്പയർ ടു ഇപ്പോഴുള്ള അഡ്വഞ്ചർ ബൈക്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബട്ട് ദിസ് ഈസ് മെയിൻലി ഫോർ ടൂറിങ് ആൻഡ് അഡ്വഞ്ചർ റൈഡ്സൊക്കെ അത്രയ്ക്കില്ല. നമുക്ക് ഹെവി അഡ്വഞ്ചർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ചെയ്യില്ല കേട്ടോ. അതായത് ഇതിൻ്റെ ഓരോ പാർട്സിനും അമ്മാതിരി റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുത്ത് അഡ്വഞ്ചറൊക്കെ കാണിച്ച് താഴേക്ക് ഇട്ട് കുറേ പാർട്സൊക്കെ മാറി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ബട്ട് യെസ് യു ക്യാൻ. പക്ഷേ ലോ ആൻഡ് ടോർക്ക് അത്ര അടിപൊളി എന്ന് പറയാനില്ല, ഒരു ഓഫ് റോഡ് സെൻറ്റർ വണ്ടി എന്ന് പറയില്ല. ഒരു ടൂറിങ്, ഒരു പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു റൈഡ് ചെയ്ത് പോണ ആൾക്കൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് ഈ ഒരു വേഴ്സിസ് 300. ഇത് ഡെയിലി റൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഭയങ്കര സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി റൈഡ്സിന് അല്ലെങ്കിൽ ഡെയിലി കമ്മ്യൂണിറ്റിന് നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ലാണ്ട് ഈ വണ്ടി എല്ലാം ഹാൻഡിൽ ചെയ്യട്ടോ. എല്ലാം നമുക്ക് ഭയങ്കര നിമ്പിളാണ്, ഭയങ്കര ഈസി ടു ഹാൻഡിലാണ്. അങ്ങനെ ഞാൻ വെയിറ്റോ കാര്യങ്ങളൊന്നും അറിയില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി ഹാൻഡിൽ ചെയ്യണേ. നെക്സ്റ്റ് എനിക്ക് വണ്ടിയുടെ ബ്രേക്സിനെ പറ്റിയാണ്. ബ്രേക്സ് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പെർഫോമൻസും നമുക്ക് വണ്ടിയുടെ ഉണ്ട്. ഡുവൽ ചാനൽ ABS മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനെ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഉള്ള ഇതിൽ വണ്ടി നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക്. പക്ഷേ എനിക്ക് ഹൈ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്തു. പക്ഷേ ഒരു 100-ലൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് മുകളിലേക്ക് പോയി നമ്മൾ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ചെറിയൊരു ലാഗ്, ഒരു ബ്രേക്ക് പോരാന്ന് എനിക്ക് തോന്നി. പക്ഷേ അല്ലാത്ത 100-ന് താഴെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി പെർഫോം ചെയ്യുന്നുണ്ട്. ഇതെന്താ ഇവിടെ കുഴിയാണോ മനസ്സിലാവുന്നില്ല. ഇത്രയും ബ്ലോക്കിലൊന്നും ഓടിച്ചിട്ട് ഒരു ഹീറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ വണ്ടി. ഗായ്സ്, നമ്മൾ ഇത് റോഡിലൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. അല്ല ഇത് റോഡല്ല, ഓഫ് റോഡ് ടെസ്റ്റിംഗ് ഡൺ കറക്റ്റ്ലി എന്ന് വേണേൽ പറയാം. ഇതിൻ്റെ ടയേഴ്സ് ഇപ്പോൾ MRF-ൻ്റെ ടയേഴ്സാണ് അവർ കൊടുത്തേക്കുന്നത്, സ്റ്റോക്കായിട്ട് തന്നെ MRF-ൻ്റെ ഡുവൽ പർപ്പസ് ടയേഴ്സാണ്. തന്നെ കുഴപ്പമില്ലാത്ത ഒരു ഗ്രിപ്പ് ഉണ്ട്. ഇപ്പോൾ മഴയത്ത് ഓടിച്ചിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രിപ്പ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യണം. ഞാൻ ജസ്റ്റ് കുറച്ച് ദൂരം ഓടിച്ചുള്ളൂ, അധികം ദൂരമൊന്നും ഓടിച്ചിട്ടില്ല. കുറച്ച് ദൂരം ഓടിച്ച് നമ്മുടെ പരിപാടി നമ്മൾ കുറച്ച് ദൂരം നമ്മൾ ഓടിച്ചിട്ടുള്ളൂ. നമ്മൾ അധികം ദൂരമൊന്നും വണ്ടി ഓടിച്ചിട്ടുണ്ടായില്ല. ജസ്റ്റ് ഒരു ഫസ്റ്റ് റൈഡ് നമുക്ക് ഓടിക്കാൻ കിട്ടിയപ്പോൾ എടുത്ത് ഓടിച്ചെന്നുള്ളൂ. ലോങ് ടേമിന് വണ്ടി നമുക്ക് അവർ തരുവാണെങ്കിൽ നമുക്ക് ലോങ് ടേം ഒരു ചെയ്യാം, ഒരു
സോറി ട്രിപ്പൊക്കെ പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ള കാര്യം. അപ്പോൾ ഷോർട്ട് ഞാനിപ്പോൾ പെട്രോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 50 കിലോമീറ്റർ ആവണം നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട്. 50 കിലോമീറ്ററിൽ നമുക്ക് എങ്ങനെയുണ്ടെന്നും കൂടെ എത്ര മൈലേജ് കിട്ടിയെന്നും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കിയേക്കാം. ഓക്കെ, വി ഗോട്ട് സമ്മൺ ഹൂ ഈസ് റിയലി ക്രിയേറ്റീവ്. ജീസസ് ഈസ് മൈ ബോസ്. ബോസ് ഇസഡ് അതും സുസുക്കിയുടെ എസിൻ്റെ അവിടെ ഉണ്ട് ഒരു എസ്. ജീസസ് ഈസ് മൈ ബോസ്. ഓൾറെഡി അടിച്ചതാണ്. നോർമൽ നോക്കാം നമുക്ക് എത്ര പെട്ടെന്നാവോ ചേട്ടാ. പെട്ടെന്നാവും എന്ന് പറഞ്ഞതാ. മതി കട്ടാവൂലേ? എന്നിട്ട് ആയില്ലല്ലോ. ആണോ? മതി 2.83. അപ്പോൾ 50/2.83 ഇത്രയെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫുൾ ടെസ്റ്റിങ്ങും നമ്മുടെ പക്ക മൊത്തം ടെസ്റ്റ് ചെയ്ത് അത് കൂടാണ്ട് നമ്മൾ പൊളിച്ച് 0 to 100 ചെക്ക് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു മൈലേജാണ് X1. പറക്കുന്നുണ്ട് 17.66. ഓക്കെ, അപ്പോൾ നമ്മുടെ പില്യൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു 17.66 ഇസ് ദ മൈലേജ്. അതായത് സിറ്റിയിൽ ലോക്കൽ കമ്മ്യൂട്ടിങ്ങും ശരിക്കും പൊളിച്ചടിക്കിയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ RPM കയറ്റി 0 to 100 2-3 പ്രാവശ്യം ചെക്ക് ചെയ്ത് ടോപ്പ് സ്പീഡ് കയറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടും നമുക്ക് മൈലേജ് 17.99. അത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 25 ഒക്കെ നമുക്ക് ലോങ് പോകുമ്പോൾ കിട്ടും കേട്ടോ. 25 മാക്സ്. 25 അതിന് മേളിലേക്ക് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ലോങ് ഒക്കെ പോയി നല്ല മര്യാദയ്ക്ക് പയ്യൊക്കെ ഓടിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ചിലുള്ള മൈലേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ വണ്ടിനെ പറ്റിയുള്ള കാര്യം. ഒരു ഫസ്റ്റ് റൈഡ് ഓഫ് ആർ കാവാസാക്കി വേഴ്സസ് X300. അപ്പോൾ നിങ്ങൾക്കും ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കണമെങ്കിൽ കാവാസാക്കി കൊച്ചിയിലേക്ക് വരാൻ ഇവിടെ വണ്ടീൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓടിച്ചു നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, എങ്ങനെ വണ്ടി എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. കണ്ടോ, അതാണ് നമ്മുടെ കാവാസാക്കിയുടെ ഷോറൂം. അതാണ് നിൽക്കണുണ്ടോ, അതാണ് ഷോറൂം. ഓക്കെ.